ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിഷുവിന് മുമ്പായിട്ട് ചെയ്തിരുന്ന ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിരുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ വേസ്റ്റ് വന്ന തുണിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് സ്ലീവ് എങ്ങനെ നോക്കിയാലും സ്ലീവ് എടുക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തി ഇത് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മക്കൾക്കൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ അളവിൽ തയ്ച്ചെടുത്തു എന്ന് മാത്രം നിങ്ങൾ മക്കൾക്കോ നിങ്ങൾക്കോ ഒക്കെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ദേ അളവെടുത്തു, ദേ കണ്ടോ ഇത്രയും തുണി എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവ് കിട്ടില്ല എങ്ങനെ പോയാലും. അപ്പം ഞാൻ ദേ 4ആയിട്ട് മടക്കി വെച്ചു, ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ നല്ല പുറത്താണ് ഇത് മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 46 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു ലെങ്ത്ത് എനിക്ക് കിട്ടും. അപ്പോൾ ഇതേ ഇനി നല്ല പുറത്താണ് എടുക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണിക്കൊന്നര ഡിസൈൻ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഷർമെൻറ്റൊക്കെ സമയത്ത് കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ചീത്ത പുറത്തെടുക്കുക. പിന്നെ നമ്മൾ സ്ലീവ്ലെസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു 7.5 ഇഞ്ചാണ് എടുക്കുക. ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സ്ലീവ്ലെസ് കൈ വല്ലാണ്ട് അങ്ങോട്ട് ഇതാവണത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു 8 ഇഞ്ച് എടുത്തു കേട്ടോ. 16ആണ് എൻ്റെ ഫുൾ ഷോൾഡർ, അതിൻ്റെ പകുതി. അങ്ങനെ ഞാൻ എടുത്തു കേട്ടോ. അതിന് ശേഷം ഞാനിത് 7.5 ഇഞ്ച് ഇതേ കണ്ടില്ലേ, ഇതുപോലെ 7.5 ഇഞ്ച് ഇതിൻ്റെ ആം ഹോൾ കൊടുത്തിട്ട് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തല്ലോ, കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. കുറേ ദിവസങ്ങളെടുത്ത് എനിക്ക് പനി മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ 4 ഭാഗം 10ആണ് വരുന്നത്. അപ്പോൾ 10ൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ലൂസ് കൂട്ടി 10.75, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 12.25 ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ലൂസ് കൂട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച്. അങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ചു. 1.5 ഇഞ്ച് നമ്മൾ ആ ഒരു ചെസ്റ്റിലെ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നോർമൽ കുർത്തിക്ക് എങ്ങനെയാണോ ചെയ്യണേ അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ. ഇനി എനിക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഇപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് 15.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ അവിടെ 14 ഇഞ്ച് മതിയോ കേട്ടോ, നോർമൽ ആളുകൾക്കൊക്കെ. ഇപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ്. 9.5യുടെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഹിപ്പ് വരുന്നത്, ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 22 ഇഞ്ച് ലെങ്ത്താണ്. നമ്മൾ സ്ലിറ്റ് ഇടില്ലേ, അതാണ് ഈ ഹിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 22 ഇഞ്ച് ലെങ്ത്ത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ 20 അങ്ങനെ എടുത്താലും മതി, 20 18 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ആ ഒരു ഭാഗത്തെ വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 12.5 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 11.5 ഇഞ്ച് എനിക്ക് വരുള്ളൂ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടാനേ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തും 2 ഇഞ്ച് വീതം 1.5 ഇഞ്ച് വീതം സീം അലവൻസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചേ കൂട്ടാൻ പാടുള്ളൂ. അതുപോലെ ബോട്ടം പാർട്ടിലും 1 ഇഞ്ച് തന്നെ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഏറ്റവും താഴെ നമ്മൾ മടക്കി വെച്ചിരുന്ന ആ ഭാഗിൽ, അത് ഞാനിപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്ത് ഞാൻ 12.5 എടുത്തത്. അതിനേൽ 1 ഇഞ്ച് കൂടുതലെടുത്തിട്ട് 13.5 ഞാൻ എടുത്തിരിക്കുന്നത്. 13.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഒരു കുർത്തിയാണ്, സ്ട്രെയിറ്റ് ഇതായിട്ടുള്ള ഒരു കുർത്തിയാണ്, സ്ട്രെയിറ്റ് കട്ട് പോലത്തെ ഒരു കുർത്തിയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ പോയിൻറ്റ്സും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പുറത്തായകാറുണ്ട് എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കില്ലേ, കാരണം നമ്മളത് ഇടുമ്പോൾ അത് കാണില്ലേ. അപ്പോൾ ചീത്ത പുറത്താകുമ്പോൾ നമുക്ക് എല്ലാം വരച്ചു കൊടുക്കാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല പുറമാണുള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സംഭവം ഇത് പോവും, ഇതൊരു പർദ്ദയുടെ തുണി പോലത്തെ ഒരു തുണിയാണ്. എന്നാലും ഞാനിങ്ങനെ വരച്ചു കൊടുക്കില്ല കേട്ടോ അധികമായിട്ട്. അപ്പം അങ്ങനെ എന്നിട്ട് നമ്മളത് ആ ബോട്ടം പാർട്ട് വരെ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഒരു എക്സ്ട്രാ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് നമ്മളത് മടക്കി തയ്ക്കുന്നുള്ളൂ സ്ലിറ്റിൻ്റെ ആ ഭാഗം. പിന്നെ ആം ഹോളിൻ്റെ പകുതി എടുക്കുക കേട്ടോ. കണ്ടോ, ആം ഹോൾ നമ്മൾ 7.5 എടുത്തിരുന്നത്, അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കണം. ഞാൻ അവിടെ കൊടുക്കണം കേട്ടോ. ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചാണ് കൊടുക്കണേ. ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് വരിക. എനിക്ക് ആം ഹോളിൻ്റെ സർക്കംഫറൻസ് വരുന്നത് എനിക്ക് 17 ഇഞ്ചാണ്. അപ്പം ഞാൻ ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ 8.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ അളന്ന് നോക്കുക നിങ്ങളുടെ എടുത്തിട്ട് കേട്ടോ. ഞാനത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ നേരത്തെ ഞാൻ വിട്ടുപോയി ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അതിനുശേഷം എൻ്റെ നെക്കിൻ്റെ വൈഡ് എടുക്കുന്നത് 4 ഇഞ്ചാണ് ഞാൻ എടുക്കണം. എനിക്ക് ഇത്തിരി അശ്വം തടിയുള്ള കാരണം കൊണ്ട് ഞാൻ 4 ഇഞ്ച് എടുക്കാറുണ്ട് കേട്ടോ. ഇനി ഇവിടേക്ക് ഫ്രണ്ടിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള ലെങ്ത്ത് 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറവോ കൂടുതലോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു അളവ് കാണിച്ചു തന്നത് മാത്രം കേട്ടോ. സ്ലീവ്ലെസ്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ചെറിയ വീഡിയോ ചെയ്യേണ്ട വന്നത്. കണ്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാതായി പോയത് കേട്ടോ.
അപ്പോൾ ദേ ഇതുപോലെ ഒരു യു നെക്ക് വരയ്ക്കുക. ഞാൻ ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്തും ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് കാണിച്ചു തരണേ ഉള്ളൂ കേട്ടോ, കാരണം ഇത് ക്യാൻവാസിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ ഞാൻ ചെയ്യണത് ഇതിൽ കാണിക്കില്ല. ക്യാൻവാസിൽ ചെയ്യേണ്ടത് മുമ്പ് ഞാൻ ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലത് കാണിക്കാത്തത് കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് കാണാമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നെക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ 2 നെക്കുകളും ഞാൻ അതുപോലെ ഫ്രണ്ടിൽ മാത്രമേ ക്യാൻവാസ് വയ്ക്കുള്ളൂ, ബാക്കിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഷോൾഡർ സ്ലോപ്പൊക്കെ ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും തോന്നല്ലേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. അതേ ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് വരച്ചെടുക്കുക. ജസ്റ്റായിട്ട് കുറച്ചായിട്ടൊന്ന് കുഴിച്ച് വരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു ഷേപ്പിൽ കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അധികം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി, സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ക്യാൻവാസ് ഇതുപോലെ തുണിയിലാക്കി കൊണ്ടുവന്നു. അതേ അളവിൽ തന്നെയാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബാക്കിലേക്ക് മടക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ്. ബാക്കിൽ ഇതുപോലൊരു പീസ് എടുത്തിട്ട് നമ്മളിതുപോലെ മറച്ചിടാണ്, നല്ല പുറത്ത് വെച്ചിട്ട് മറച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ളത് ഞാൻ വീഡിയോയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അത് കാണാം. ഇനി ഞാൻ ഈ സൈഡിൽ ഒരു 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് എടുത്തിരിക്കുകയാണ്. എനിക്ക് ഇതുപോലൊരു തുണി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ നമ്മൾ ഇതിൻ്റെ സ്ലീവ് ഫിനിഷ് ചെയ്യില്ലേ, എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയൊന്ന് വെച്ച് തയ്ച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചിട്ടില്ല, കണ്ടില്ലേ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ വയ്യായയുടെ ഒരു പ്രശ്നം കൊണ്ടും ചെയ്യാതിരുന്നതാണ് കേട്ടോ. 1.5 ഇഞ്ച് ക്രോസ് പീസാണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർത്തി തയ്ച്ചു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം എല്ലാവർക്കും അറിയാമല്ലോ തയ്ക്കാനായിട്ട്. അപ്പോൾ സ്ലിറ്റൊക്കെ തയ്ച്ചെടുക്കുക, അതുപോലെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. ഞാൻ ബാക്കിൽ നെക്ക് തുന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരിക, കണ്ടോ. അത്യാവശ്യം നല്ല സ്ലീവ്ലെസ്, നല്ല അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ കയറി നിൽക്കാണ്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു അളവിലെടുക്കുമ്പോൾ കണ്ടോ, സ്ലീവ് അടിയിൽ കണ്ടാവും, കണ്ടില്ലേ, നമ്മൾ സ്ലിറ്റ് ഇട്ടാണ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എലൈൻ വേണമെങ്കിൽ എലൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. വെറും 2 മീറ്റർ തുണി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാം.